പ്രിയപ്പെട്ട ഗുഡ്നസ് പ്രേക്ഷകരെ, മനസ്സ് നിറഞ്ഞെന്ന പ്രോഗ്രാമിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്നേ ദിവസം നമ്മൾ ആലപ്പുഴ രൂപതയിലെ കാർട്ടൂർ ഇടവകാംഗമായ അന്നമ്മ സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു വീണ ടീച്ചറിനെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. വീണ പഠിപ്പിക്കുക മാത്രമല്ല, സഭയുടെ വിവിധ മേഖലകളിൽ ആ സഹോദരി എപ്രകാരമാണ് സുവിശേഷ വേല ചെയ്യുന്നതെന്ന് നമുക്ക് ശ്രവിക്കാം. എല്ലാവരെയും ഞാൻ ഹൃദയപൂർവ്വം ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ടീച്ചറെ, ഞങ്ങൾ ഗുഡ്നസ് ടി വിയിൽ നിന്ന് വരുന്നവരാണ്. ഇതിലെ മനസ്സ് നിറഞ്ഞെന്നൊരു പ്രോഗ്രാമുണ്ട്. അതിനോടകം 75-75 ആൾക്കാർ ഈ പ്രോഗ്രാമിലൂടെ കടന്നുപോയി. ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഇതാണ്: കർത്താവ് ഓരോ വ്യക്തികളിലും വിവിധ തരം കഴിവുകൾ നിക്ഷേപിച്ചിട്ടുണ്ട്. അത് ദൈവത്തിൻ്റെ മഹത്വത്തിനും സമൂഹത്തിനും വേണ്ടി അവർ അങ്ങനെ വിനിയോഗിച്ചു എന്നുള്ളതാണ്. അത് കാണുന്ന പലർക്കും ഇവർക്കിങ്ങനെ ആകാമെങ്കിൽ എന്നിലും കാണുമല്ലോ എന്ന് എന്തൊരു തോന്നലുണ്ടാകണം എന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ടീച്ചർ, ഇന്നേ ദിവസം ടീച്ചറിനെയാണ് ഞങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ പ്രോഗ്രാമിലേക്ക് വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യും. നന്ദി. ഇതുപോലൊരു മനസ്സ് തുറന്നുള്ള ഗുഡ്നസ് ടി വിയുടെ പ്രോഗ്രാമിലേക്ക് വന്നതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. ടീച്ചറിൻ്റെ ബാല്യകാലവും അതുപോലെ കുടുംബാംഗങ്ങളെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്താമോ ഞങ്ങൾക്ക്? എൻ്റെ ബാല്യകാലം പള്ളിപ്പുറത്ത് കുറ്റ്യാഞ്ഞിലിക്കൽ ആണ് ഞാൻ ജനിച്ചത്. അച്ചാച്ചൻ KV മാത്യു കുറ്റ്യാഞ്ഞിലിക്കൽ, അമ്മ തത്തമ്പള്ളി മടത്തിപ്പറമ്പിലാണ്. കുഞ്ഞമ്മ മാത്യു കുറ്റ്യാഞ്ഞിലിക്കൽ, മടത്തിപ്പറമ്പിൽ. ഇതാണ് എൻ്റെ ബാല്യകാലം. വളരെ സന്തോഷവും രസകരവുമായിട്ടുള്ളൊരു അപ്പൂപ്പനും. അപ്പോൾ ഞങ്ങളൊരു കൂട്ടുകുടുംബമായിരുന്നു. അപ്പോൾ വളരെ സന്തോഷമായിട്ട് ഞങ്ങൾ 4 പെൺപിള്ളേരാണ്. ഞാനല്ല മൂത്തത്, രണ്ടാമത്തെ സിസ്റ്ററാണ് DDP കോൺവെൻറ്റിൽ. അവളിപ്പോൾ ഇറ്റലിയിലാണുള്ളത്. പിന്നെ എനിക്ക് 2 അനിയത്തിമാരുണ്ട്. ഒരാളെ ചേർത്തലയിൽ വന്യംപറമ്പിൽ കെട്ടിച്ചേക്കുന്നു, ഒരാളെ വല്യാറയിലും. അങ്ങനെ സന്തോഷമുള്ള ജീവിതമാണ്. ചാച്ചനും അമ്മച്ചിയും വളരെ സപ്പോർട്ടീവായിരുന്നു. എൻ്റെ അമ്മച്ചിയാണ് ഈ ലെവലിലേക്ക് പൊക്കിക്കൊണ്ട് വന്നതെന്ന് എനിക്ക് നല്ല ഈശോയുടെ കാരുണ്യം. അതെനിക്ക് വളരെ സംതൃപ്തിയായിട്ട് മുറുക്കി പറയാൻ പറ്റിയ കാര്യം. പലപ്പോഴും ഈ ക്രിസ്ത്യാനികൾ വീണ വായിക്കുന്നതായിട്ട് കേട്ടിട്ടില്ല. ടീച്ചർ ഈ ലെവലിലേക്ക് വരാൻ കാരണം എന്താണെന്ന് പറയാമോ? കുഞ്ഞിലെ സംഗീതമൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ അന്ന് ഇച്ചിരി നിലമൊക്കെ ഉള്ള വീടാണ്. അപ്പോൾ ഇങ്ങനെ അപ്പൂപ്പൻ പറഞ്ഞ് എൻ്റെ മനസ്സിൽ തന്നെ വീണയെന്ന് പറഞ്ഞൊരു മനസ്സിൽ കൊത്തിയൊരു കാര്യം. അപ്പോൾ പിന്നെ ഇങ്ങനെ തിരക്കിടുമ്പോൾ പറയും, റോമാനഗരം കത്തിയറിയുമ്പം നീറോ ചക്രവർത്തി വീണ വായിച്ചെന്ന് കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ അപ്പം വഴക്കിടുന്നതിൻ്റെ കൂടെ ഈ ഒരു വാക്ക് ഞാൻ കേട്ടിട്ടുണ്ട്. അതൊരു ഇൻസ്പിറേഷനാണ്. അത് വീണ, ഇത് ഇത്രയും വലിയ പ്രശ്നമുള്ളപ്പോഴും വീണ വായിക്കുമ്പോൾ എന്താണ് എന്നൊരു തോന്നൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് തനിയെ കിടന്ന് വളർന്നിരിക്കാം. അത് പിന്നെ എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ യേശുവാണ് എന്നെ നടത്തിയിട്ടുള്ളത് കുഞ്ഞിലേ മുതൽ. പിന്നെ കുഞ്ഞിലേ തൊട്ട് പള്ളിയിൽ പോകുമ്പോഴും, പള്ളിയിൽ ഞങ്ങൾക്ക് 2 മൈൽ നടക്കണമായിരുന്നു. അന്ന് ഈ ബസ്സൊന്നും ഇത്രയും ഇതില്ലാത്ത സൗകര്യം. അപ്പോൾ ഈ നടന്ന് വെളുപ്പിനെ പള്ളിയിൽ പോകുമ്പോഴും അങ്ങോട്ട് പോകുമ്പോൾ ഈ ചുടമരുള്ള ദൈവമേ ഞങ്ങളുടെ സ്നേഹിക്കണേ, എൻ്റെ അമ്മ എൻ്റെ ആശ്രയമേന്ന് ഇങ്ങോട്ട് നടന്നു വരിക. അപ്പം അങ്ങനെ പ്രാർത്ഥനാനിരതമായിരുന്നൊരു ജീവിതം എൻ്റെ. അപ്പോൾ പിന്നെ മ്യൂസിക് കോളേജിൽ 10ാം ക്ലാസ് കോൺവെൻറ്റ്സ് ആലപ്പുഴയിലാണ്. തത്തമ്പള്ളി അമ്മച്ചിരി വീട്ടിൽ നിന്ന് 7ാം ക്ലാസ് വരെ പഠിച്ചു. പിന്നെ 8, 9, 10 വൈക്കം ലിറ്റററി കോൺവെൻറ്റ് തന്നെ, സിസ്റ്റേഴ്സിൻ്റെ. അവിടെ പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ മ്യൂസിക് കോളേജിലേക്ക് പോകുമ്പോൾ അറിയാതെയാണ് ഒരു സാറാണിത് പൂരിപ്പിച്ചപ്പോഴത്തേക്കും വീണാന്ന് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് വീണ ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പോൾ സാറ് പൂരിപ്പിച്ചതാണ്. ഞാൻ പാട്ടിനാണ് പോയത്. പക്ഷെ അതും എൻ്റെ ഈശോ എന്നെ കുറിച്ചതായിട്ടാണ് എനിക്ക്. കാരണം എനിക്ക് മ്യൂസിക് കോളേജ് ചെന്ന് കഴിഞ്ഞ് 4 മാസം
ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ മുതൽ ശബ്ദം അങ്ങ് അടഞ്ഞു പോയി, മുഴുവൻ ശബ്ദം. അപ്പോൾ പിന്നെ കോളേജിൽ പോകാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ വീണയായതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റും. അപ്പം ഞാൻ ഓർത്ത് അപ്പോൾ അമ്മച്ചിയും പറയും, മോളെ നിൻ്റെ ഈശോയാണ് നിൻ്റെ കൂടെ നടക്കുന്നത്. അപ്പോൾ എൻ്റെ ടീച്ചർമാർ എന്നെ വൈക്കത്ത് TR ശങ്കരതമ്പൂരി തിരുമേനി എൻ്റെ ഗുരുവാണ്. അദ്ദേഹം പറയും, ദൈവം അറിയാവുന്നൊന്നും നടക്കുന്നില്ല, അവിടുത്തെ അഷ്ടപതി ഗായകനാണ്. അതെപ്പോഴും ഞാൻ അങ്ങേരുടെ പാദം നമസ്കരിക്കുന്നു. അദ്ദേഹം എൻ്റെ വളരെ വേണ്ടപ്പെട്ട ഒരു ഗുരു തന്നെ. അപ്പം അദ്ദേഹം പറഞ്ഞ്, നീ വിഷമിക്കണ്ട, നിൻ്റെ ശബ്ദം അതെന്തിനുള്ളതാണെന്ന് ദൈവത്തിന് അറിയാമല്ലോ, അപ്പം അത് വേണ്ടപ്പോൾ തരും. ഒരു 4-5 മാസമായപ്പോൾ ശബ്ദം വന്നു. പിന്നെ ക്ലാസ്സിലൊക്കെ ആക്റ്റീവായിരുന്നു, കുഴപ്പമില്ല. പിന്നെ ഒരു വാശിയായിരുന്നു അങ്ങോട്ട് പഠിക്കണം എന്നുള്ള, വീണ പഠിച്ച് പിടിക്കുകയാണ്. അങ്ങനെ ദൈവം ഇവിടം വരെയൊക്കെ ഈശോയുടെ കൃപയാണ്. അപ്പോൾ ഇവിടെ എത്തിയ ശേഷം എങ്ങനെയൊക്കെയാണ് ഈ കുടുംബത്തിലുള്ള അംഗങ്ങളെയും ഈ സാഹചര്യങ്ങളൊന്ന് പങ്കുവയ്ക്കാമോ? അവിടെ കല്യാണം കഴിച്ച് വന്നപ്പം എൻ്റെ അമ്മച്ചിയുണ്ട്, അമ്മായിമ്മ. അമ്മച്ചി നല്ലൊരു അമ്മച്ചിയായിരുന്നു, നല്ല ചുണക്കുട്ടിയായിട്ടുള്ള അമ്മായിയമ്മയെ കണ്ടുകൊണ്ട് ഞാൻ വരുന്നത്. പിന്നെ 7 മക്കളുണ്ട്, ഒരു 3 പെണ്ണുങ്ങളും 4 ആണുങ്ങളും. അവർ 13 പേർക്കും ഗവൺമെൻറ് ജോലിയാണ്, ഗവൺമെൻറ് സർവീസിലെല്ലാം നല്ല പൊസിഷനിൽ. എനിക്ക് മാത്രമേ സ്കൂളിൽ കിട്ടിയിട്ട് പിന്നെ ഞാൻ നമ്മുടെ കാസ്റ്റ് വെച്ചിട്ടാണെന്ന് പറഞ്ഞ് കിട്ടാത്ത സിറിയൻ എനിക്ക് കിട്ടിയില്ല. ലിസ്റ്റിലൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ എല്ലാം ദൈവത്തിൻ്റെ കൃപ. പക്ഷേ എന്നാലും ഞാൻ സ്കൂളിൽ കിട്ടിയാൽ ഞാൻ ഇതുപോലെ വീണ വായിക്കത്തില്ല. വീണ വായിക്കുന്നത് മാത്രമല്ല, ഇതുപോലെ പ്രോഗ്രാം കിട്ടത്തില്ല, ഒട്ടുമില്ല. പിന്നെ എൻ്റെ ഹസ്ബൻഡിന് സ്കൂൾ ടീച്ചറിനേലും ഇഷ്ടം ഇതുപോലെ പ്രൊഫഷണൽ വീണ വായിക്കണം എന്നുള്ളത് ഇപ്പോഴും നിർബന്ധമാണ്. കഞ്ഞി വെച്ച് തരണ്ട, വീണ വായിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നിയത്, ഒരു വീട്ടമ്മയുടെ ശിക്ഷണത്തിൽ വളർന്ന മകനെയും മരുമകളെയും കണ്ടപ്പോൾ സന്തോഷം തോന്നി. എനിക്ക് അങ്ങനെ ദൈവം കൃപ ചെയ്തു തന്ന ജോലി ഉണ്ടായിരുന്ന ഈ പിള്ളേർ ഇതുപോലെ ആകത്തില്ല ഇത്രയും. എൻ്റെ അമ്മച്ചി പറഞ്ഞു, നിനക്ക് 2 താലന്താണ് ദൈവം തന്നേക്കുന്നത്, അത് നശിപ്പിച്ചിട്ട് അന്തവഴി വഴിയൊക്കെ നീ നിൻ്റെ വഴി വീണ വായിച്ച്. എനിക്ക് ഒത്തിരി ഓഫർ വന്ന പുറത്തോട്ടൊക്കെ, ലണ്ടനിലും അമേരിക്കയിലും ജർമ്മനിലും ഇഷ്ടംമാതിരി. പക്ഷെ ഒന്നിനും ഞാൻ പോയില്ല. എനിക്ക് അന്നേരം എൻ്റെ ഉൾവിളി, എൻ്റെ സെബാസ്റ്റ്യനൊരു കുറവും വരരുത്, എൻ്റെ കെട്ടിയവനെ നോക്കണം, അതെനിക്ക് നിർബന്ധം. എൻ്റെ അമ്മച്ചി എൻ്റെ അച്ഛനെ അങ്ങനെയായിരുന്നു. അപ്പോൾ പിന്നെ എൻ്റെ മക്കളെ ആരെങ്കിലും നോക്കിയാൽ, അപ്പോൾ എൻ്റെ അമ്മച്ചി പറയടി, വേറൊരു കൾച്ചറിൽ നിൻ്റെ മകളെ വളർത്തരുത്, നിൻ്റെ കൾച്ചറിൽ നീ വളർത്തിയെടുക്കാൻ. അപ്പോൾ എനിക്ക് നിർബന്ധമായിരുന്നു. ഞാൻ എപ്പോഴും അവരോട് പറയും, നമ്മളൊരു ക്രിസ്ത്യാനിയാണ്, പ്രാർത്ഥനാ ചൈതന്യമുള്ളൊരു വീട്. അപ്പോൾ സന്ധ്യയ്ക്ക് കുഞ്ഞുങ്ങൾ വരുമ്പോഴേ, ഇപ്പോഴും മോൻ വന്ന് കുളിച്ചാൽ ഞങ്ങളിവിടെ 3-4 പേരും കൂടെ പ്രാർത്ഥന ചൊല്ലിയിട്ടേ അവന് ഭക്ഷണം കൊടുക്കുള്ളൂ. 11 മണിയായാലും ശരി, ഭക്ഷണം കഴിക്കണ പ്രാർത്ഥന കൊടുക്കണം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ കരിസ്മാറ്റിക് ധ്യാനങ്ങളൊക്കെ സ്വാധീനിച്ചിട്ടുണ്ടോ? കരിസ്മാറ്റിക് ധ്യാനം, ഞാൻ ഒരുപാട് ധ്യാനങ്ങൾ പോയിട്ടില്ലെങ്കിൽ ഉള്ള ധ്യാനങ്ങൾ ഉൾക്കൊണ്ട സ്ത്രീയാണ് ഞാൻ. ധ്യാനങ്ങളിൽ നിന്നാണ് ഞാൻ ധ്യാനത്തിന് ഇവിടെ വന്ന കരിസ്മാറ്റിക്കാരുടെ ഞാൻ ONH പാട്ട് അവരുടെ ഓർക്കസ്ട്രേഷന് പാടി. അപ്പോൾ ആ അച്ഛൻ അന്ന് ചോദിച്ചു, മാഡത്തിന് വരാൻ പറ്റുമോ ഞങ്ങളുടെ കൂടെ? ഞാൻ പറഞ്ഞ, അച്ഛാ, ഞാൻ ട്യൂഷൻ ക്ലാസ്സുകളെടുത്തും എൻ്റെ വീട് ഇപ്പം ഞാൻ ഇങ്ങനെ പടുത്തുയർന്നേ ഉള്ളൂ. എൻ്റെ ഈശോ എൻ്റെ കൂടെ നിന്ന് എന്നെ വളർത്തുകയാണ്. അപ്പോൾ എനിക്ക് 28 ഹൗസ് ട്യൂഷൻ എടുത്ത് ആഴ്ചയിൽ 28 ഹൗസ് ട്യൂഷൻ എടുത്ത് എഴുതിയിട്ടിട്ടുണ്ട്, ആ സമയങ്ങളും ക്ലാസ്സുകളും. അങ്ങനെയല്ല, അതൊക്കെ ഞാൻ പിന്നെ പറയാം. അപ്പോൾ എൻ്റെ ഇവിടെ 7 മക്കൾ, അവർ ജോലിക്കാർ, അവരെല്ലാം ഇപ്പോഴും നന്നായിട്ട് ഈശോയുടെ കൃപയിൽ ജീവിക്കുന്നു. എല്ലാവരും നല്ല സ്നേഹത്തിലാണ്, കുഴപ്പമൊന്നുമില്ല. എനിക്ക് അവരെയൊക്കെ വലിയ ഇഷ്ടമാണ്. കാട്ടൂരിൽ വിവാഹം നടന്നത് എന്നാണ്, ആ കാലയളവും ആ സ്ഥലത്തെക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? 87 കല്യാണം. ഇവിടെ കാട്ടൂർ വന്നപ്പോൾ ഇവിടെ അമ്മച്ചിയുണ്ട്, അപ്പച്ചൻ മരിച്ചുമായിരുന്നു. 7 മക്കളും അതിൽ 5ാമത്തെ മോനാണ് സെബാസ്റ്റ്യൻ, എന്നെ കല്യാണം കഴിച്ചേക്കുന്നത്. അവരെല്ലാവരും ഉദ്യോഗസ്ഥന്മാരാണ്. എൻ്റെ ഹസ്ബൻഡ് ഫിഷറീസിൽ വർക്ക് ചെയ്ത് എന്നാളായിരുന്നു, ആലപ്പുഴയിൽ ഒരുപാട് വർഷം. മോൾക്ക് 5ാം ക്ലാസ്സിലായപ്പോൾ ഇങ്ങോട്ട് വന്നു, മോൻ 1ാം ക്ലാസ്സിലായപ്പോൾ ഈ വീട്ടിലോട്ട് വന്നു. ഞങ്ങൾ വീട് വെച്ച് ഇങ്ങോട്ട് താമസിച്ചു. അപ്പോൾ അതുവരെയും 10 വർഷം എൻ്റെ വീട്ടിലായിരുന്നു. മക്കളെ നോക്കിയിട്ട് എനിക്ക് ക്ലാസ്സിൽ പോകാൻ പറ്റത്തില്ലല്ലോ, അങ്ങനെ ഒരു പ്രശ്നം കൂടെ ഉണ്ട്. അപ്പോൾ ഇവിടെ പിള്ളേർ ഞാനും ഹസ്ബൻഡും വന്നു. അപ്പോൾ അതുകൊണ്ട് കുഞ്ഞുങ്ങളെ നോക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ രണ്ടുപേരും അവിടെ ഇവിടെയായിട്ട് നിന്നു. ഇടയ്ക്ക് ഇവിടെ വരും, ഇവിടെ ഉണ്ടായിരുന്നു. മോനെ ഗർഭിണിയായിട്ട് ഇവിടെ വരും, മോളവിടെ. അങ്ങനെയൊക്കെ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് 2 പേരും കൂടെ. എൻ്റെ വീണ, എൻ്റെ ഈശോ എന്നെ വളർത്തിയ സമയം എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ നിന്ന സമയം. വളരെ എൻ്റെ അമ്മച്ചി, ഇവിടുത്തെ അമ്മച്ചി എന്നെ വിളിച്ച് പറഞ്ഞു, എൻ്റെ മോള് ഇവിടെ നിൽക്കണ്ട, ശരിയാകത്തില്ല, നീ അച്ചാച്ചനെ വിളിച്ച് പറഞ്ഞു, എൻ്റെ പൊന്നിനെ അങ്ങോട്ട് വിടും, നല്ലൊരു ഒച്ച അവൾ വീട്ടിൽ പോയി നിൽക്കട്ടെ എന്ന് പറഞ്ഞതാണ് എൻ്റെ അമ്മായിയമ്മ ചെയ്ത ഏറ്റവും വലിയ കൃപ. അത് അമ്മച്ചി അത് പറഞ്ഞപ്പോൾ ഞാൻ വളരെ സന്തോഷിച്ചു. ഇവിടെ നിൽക്കാനും എനിക്കിഷ്ടമായി. ഇവിടെ എനിക്ക് ഒത്തിരി മക്കളുള്ളിടത്തോട്ട് കെട്ടിച്ചു വരാൻ ഇഷ്ടമായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് ഇത്രയും 7 മക്കളുള്ളിടത്തോട്ട് കെട്ടി വന്ന് ഞാൻ വളരെ ഹാപ്പിയായിരുന്നു. പിന്നെ അങ്ങോട്ട് പോയി എൻ്റെ വീട്ടിലും ഞങ്ങൾ 4 പെൺപിള്ളേരല്ലേ, മൂത്തത് ഞാൻ കഴിഞ്ഞ് ഒരുപാട് ഇളയതാ മക്കൾ. അപ്പം അവരുടെയൊക്കെ സപ്പോർട്ട് എൻ്റെ എൻ്റെ അമ്മച്ചിയും എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഞാൻ. പിന്നെ എൻ്റെ ശിക്ഷീകരണങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ വൈഡായിട്ടുള്ളൊരു
ഒരു കത്തോലിക്ക യുവതി എന്ന നിലയിൽ, അല്ലെ കത്തോലിക്ക സ്ത്രീ എന്ന നിലയിൽ നമുക്ക് എങ്ങനെയൊക്കെ സഭയെ ശുശ്രൂഷിക്കാൻ സാധിച്ചിട്ടുണ്ട്? സഭയെ ശുശ്രൂഷിക്കാൻ ഞാൻ കുഞ്ഞിലേ തൊട്ട് പള്ളിപ്പുറത്ത് പള്ളിയിലെ പാട്ടുകാരിയാണ്. ഇപ്പോഴും ചെന്ന് അമ്മമാരോടൊക്കെ ചോദിച്ചാൽ പള്ളിയിൽ ചെന്ന് ഇറങ്ങിയാൽ എല്ലാവരും ഓടി വരും. അന്നമ്മ അന്നമ്മയെന്നും പറഞ്ഞ് ഓടി വരും. കാരണം ഞാൻ ആ പള്ളി കൊണ്ടാണ് കന്യാസ്ത്രീകളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോഴും സിസ്റ്റർ ജെയ്സ, ജോസ്ലിൻ, കണ്ണാശുപത്രിയിൽ അങ്കമാലിയിലുള്ള അവരൊക്കെ എൻ്റെ ശിഷ്യയെന്ന് പറയാൻ ഞാൻ പാട്ട് പഠിപ്പിച്ച് ആരാധനയ്ക്ക് വേണ്ടി നല്ല നല്ല പാട്ട് പാടണം എന്നും പറഞ്ഞ് പഠിപ്പിച്ച്. അന്ന് ഞാൻ വളരെ മടത്തിൽ പോയി പഠിപ്പിക്കും. പള്ളിയിൽ നിന്ന് കഴിഞ്ഞ് മടത്തിൽ വന്ന് 2 മണിക്കൂർ പാട്ട് പഠിപ്പിക്കും. അത് കഴിഞ്ഞാൽ വീട്ടിൽ പോണേ. അപ്പോൾ ഞാൻ വീട്ടിൽ പറയും. അപ്പോൾ സിസ്റ്റേഴ്സിന് അവിടുന്ന് പാട്ട് വണ്ടി, അന്നൊക്കെ ബസ്സൊക്കെ ഉണ്ട്, വണ്ടി കയറ്റി വിടും, ഞങ്ങൾ വീട്ടിൽ പോകും. അങ്ങനെ അതൊക്കെ എൻ്റെ ഒരു നല്ല കാലം എന്ന് പറയാം. കാരണം പള്ളിക്ക് വേണ്ടി പാടുക, മുഴുവൻ പാട്ട് ഈശോയുടെ പാട്ടേ പാടും, അതെനിക്ക് അറിയാവുള്ളൂ. പിന്നെ അമ്മച്ചിയാണെങ്കിൽ ആരാധന പള്ളിയിൽ എടുത്തു വെച്ചും പറയും മോള് പാട്ട് പാടാൻ പറയും. ഞാനവിടെ നിന്നുകൊണ്ട് മൈക്കൊന്നുമില്ല, ആ അമ്മച്ചിയുടെ അടുത്ത് നിന്നുകൊണ്ട് ഞാൻ ഈശോയുടെ ഒരു ആരാധനയുടെ പാട്ട് പാടുന്നൊരു സ്വഭാവമുണ്ട്. അമ്മാവൻ എഴുതിയ ഒരു പാട്ടൊക്കെ അവിടെ നിന്നുകൊണ്ട് ഒച്ചപ്പാടും. അതേത് പാട്ടായിരുന്നു പാടിത്തരാം? യേശു മഹേശ രാജാധിരാജ ആരാധിക്കുന്നു ഞങ്ങൾ, ആരാധിക്കുന്നു ഞങ്ങൾ. അന്വേഷിച്ചിടുവിൻ കണ്ടെത്തും നിങ്ങൾ എന്നും ഒഴിഞ്ഞ നാഥ. അണയുന്നു ഞങ്ങൾ തിരുസന്നിധിയിൽ കണ്ണീരിൻ പൂക്കളുമായി. വാഴ്ക വാഴ്ക വാഴ്ക. ഈ ഇടവകയിൽ വന്നതിന് ശേഷം നമുക്ക് രൂപതയിലും ഇവിടെയൊക്കെ ധാരാളം പ്രവർത്തിച്ചാൽ ഞാൻ കേട്ടിട്ടുണ്ട്. ഒന്ന് പ്രേക്ഷകർക്ക് അവർക്ക് വേണ്ടി ഒന്ന് പറയാമോ? അതെ അതെ അതെ. ഫസ്റ്റ് ഞാൻ ഈ കട്ടൂരിന് വേണ്ടി ചെയ്യുന്നത്, ഒരു സെബാസ്റ്റിൻ വെച്ചിരിക്കുമ്പം അച്ഛൻ പറഞ്ഞു വന്നിട്ട്, ടീച്ചറെ ഒന്ന് ഈ പിള്ളേരുടെ പാട്ടൊന്ന് റെഡിയാക്കാവോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ശരിയാക്കാം എന്ന് പറഞ്ഞ് ഞാൻ ക്ലാസ്സിൽ നിന്ന് അവിടെ നിന്ന് എറണാകുളം നിന്ന് 1 മാസം ലീവ് എടുത്തിട്ടാണ് ഞാൻ ഈ കാട്ടൂർ പള്ളിയിൽ കൊച്ചു പിള്ളേരെ അന്ന് പള്ളി പാടുന്ന പിള്ളേർക്ക് വേണ്ടിയിട്ട് പാട്ട് പഠിപ്പിച്ച് ആ പിള്ളേർ പാടാൻ തുടങ്ങി. പിന്നെ ഇപ്പം എൻ്റെ മോനും മരുമോളും കൂടെയാണ് വൈകുന്നേരത്തെ കുർബാനയും. അവനിവിടെ പള്ളി വായിക്കുന്ന ചെറുക്കനാണ്. ഇനി ഞാൻ ഇവിടുത്തെ ഇപ്പോഴാണ് എൻ്റെ സമയം ഫ്രീ ആയത്. ഞാനിപ്പോൾ സാറേ ക്ലാസ്സും പ്രോഗ്രാമും ഒക്കെ ഉള്ളപ്പോഴാണെങ്കിലും ഞാൻ ഓടി വരും. BCCL അംഗമാണ്. പിന്നെ ഇപ്പോൾ ഇവിടെ വയോജനങ്ങളിൽ ഞങ്ങളുടെ ഇടവക ഇവിടെ നിന്നുള്ള ഡയസസിലെ നമ്മുടെ ഇവിടുത്തെ അച്ഛന്മാർ തുടങ്ങിയ കാവൽ എന്ന് പറഞ്ഞൊരു വലിയ പരിപാടിയുണ്ട്. അതെനിക്ക് വലിയ അഭിമാനം അതിനകത്ത്. അതിലൊരംഗമാണ് ഞാൻ. ഒരു 150 അമ്മച്ചിമാർ അപ്പച്ചന്മാരുടെയും ഒരു എല്ലാ സെക്കൻഡ് സാറ്റർഡേ അവർക്ക് ധനസഹായം കൊടുക്കുന്നുണ്ട്, ഭക്ഷണം, അവർക്ക് മോട്ടിവേഷൻ ക്ലാസ്സൊക്കെ എടുക്കാൻ ഞാനും പോവും. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് നമ്മളെ കാണുമ്പോഴും. അതെനിക്ക് വളരെ ഇഷ്ടമുള്ള, ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ചിട്ടാണെന്ന് തോന്നുന്നു. ഞാൻ പറയും എനിക്ക് ഇച്ചിരി ഇനി റെസ്റ്റ്, ഈ ദൂരെ നിന്ന് ക്ലാസ്സൊക്കെ എടുക്കാൻ പോകാതെ പള്ളിയിലൊക്കെ പ്രവർത്തിക്കാം. പിന്നെ ഞാൻ ഇടവകയിലൂടെ മാർക്കിടാനൊക്കെ ജഡ്ജ്മെൻറ്റൊക്കെ പിന്നെ ധാരാളം ഒരുപാട് പള്ളിയിൽ ആവശ്യമുണ്ട്. ഞാൻ എപ്പോഴും സജീവമായിട്ട് ഇവിടെ മാത്രമല്ല മറ്റു രൂപതകളിലും സഹായിച്ചിട്ടുണ്ട്. ഒത്തിരി പള്ളി അത് അവിടെയൊക്കെ ഒരുപാട് പട്ടണക്കാടൊക്കെ സ്ഥിരം ഞാൻ ചേർത്തല മുട്ടത്തൊക്കെ ഞാൻ എന്നെ വിളിച്ചായിരുന്നു സ്ഥിരം മാർക്കടിച്ചോണ്ടിരുന്നത്. അപ്പോൾ ഇതുപോലെ പല സ്ഥലത്തും ജഡ്ജ്മെൻറ്റിന് പോയ കാര്യമൊക്കെ പറഞ്ഞു വരുന്നു. പക്ഷേ എങ്കിൽ തന്നെയും ഡയസ്ട്രേഷൻ ലെവലിൽ പല പരിപാടികൾ ചെയ്തിട്ടുണ്ടല്ലോ, അതൊന്ന് പങ്കുവയ്ക്കാമോ? ഞാനിവിടെ നമ്മുടെ ഇടവകയിൽ ഒരു എൻ്റെ സ്റ്റുഡൻ്റാണ് അലക്സാണ്ടർ അച്ഛൻ. പിന്നെ ആഞ്ഞിലിപ്പറമ്പിലച്ഛനൊക്കെ എൻ്റെ ശിഷ്യനാണ് കേട്ടോ. അപ്പോൾ അച്ഛന്മാരെയും കന്യാസ്ത്രീകളൊക്കെ കുറേ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ എനിക്ക് ഏറ്റവും സന്തോഷമുള്ള ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ ആദ്യമായിട്ട് പള്ളിയിൽ ഞാൻ അലക്സാണ്ടർ അച്ഛൻ പറഞ്ഞിട്ട് ഒരു പാട്ട് വായിച്ചിട്ടുണ്ട്. ഈ പള്ളി എൻ്റെ മോൻ തബല വായിച്ചിട്ട് ഞാൻ ഒരു വീണ വായിച്ചു, സൊഡാലിറ്റിയുടെ ഒരു വാർഷികത്തിൻ്റെ. അതിൻ്റെ കൂടെ അതിലും സന്തോഷമുള്ളത് എന്നെ വിളിച്ചിട്ട് ഇവിടെ നമ്മുടെ ഇടവ സംഗമത്തിന് നമ്മുടെ പൊള്ളയത്തെ പള്ളി വെച്ച്, അതെ, അപ്പോൾ വീണ വായിപ്പിച്ചു. അപ്പോൾ അതിനകത്തുള്ള ആ സിസ്റ്റേഴ്സിൻ്റെ അച്ഛന്മാരുടെയും പിതാവൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും വളരെ സന്തോഷിച്ച് എന്നോട് പറഞ്ഞു ഇനി എല്ലാ സംഗമത്തിനും ടീച്ചർ വീണ വായിക്കണം. പിന്നെ അവിടെ അച്ഛൻ അനൗൺസ് ചെയ്തു, അതാണ് എനിക്ക് ഏറ്റവും സന്തോഷം തോന്നുന്നത്. കല്യാണങ്ങളൊക്കെ നടക്കുമ്പം ഇതുപോലെ അന്നമ്മ ടീച്ചറിനെ വിളിച്ചിട്ട് നിങ്ങൾ ഇതുപോലെയൊക്കെ, അപ്പോൾ ഞാൻ എല്ലാ പാട്ടും വായിക്കുമല്ലോ വീണയിലേ.
ടീച്ചർ ഇത്ര സമയം പറഞ്ഞെങ്കിലും ഈ കൊച്ചുമക്കളുടെ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. 2 മക്കളുണ്ട്. മൂത്തത് അമൃത, കൊച്ചേരിയിൽ കല്യാണം കഴിച്ചേക്കുന്നത്. അവർക്ക് 2 മക്കളുണ്ട്. അവൻ്റെ ഭർത്താവ് ഇവിടെ മലപ്പുറത്ത് ടീച്ചറാണ്. മോള് വർക്ക് ചെയ്യുന്നുണ്ട്. മോന് ഇവിടെ ഹോപ്പ് കമ്മ്യൂണിറ്റി വില്ലേജിൽ അഡ്മിനിസ്ട്രേറ്ററാണ്. എൻ്റെ മക്കൾ 2 പേരും MSW കഴിഞ്ഞ. ഒരാൾ കാലടിയിൽ നിന്ന് പിന്നെ രാജഗിരി കോളേജിൽ 2 പേരും BSW പഠിച്ചു. അതിനുശേഷം മോള് കാലടിയിൽ നിന്ന് MSW എടുത്തു. മോൻ ലയോളയിൽ പോയി. അവിടെ നിന്നാണ് പഠിച്ചത്, തിരുവനന്തപുരത്ത്. അവിടെ ബെസ്റ്റ് ഇന്നോവേറ്റീവ് അവാർഡൊക്കെ കിട്ടിയ കുട്ടിയാണ്. മോളും ഫസ്റ്റ് റാങ്കിലൊക്കെ പാസ്സായി മിടുക്കിയായിട്ട്. മോൻ അമൽ സെബാസ്റ്റ്യൻ, അവനാണ് ഇപ്പം പള്ളിയിൽ, നമ്മുടെ കാട്ടൂർപ്പള്ളിയിലെ കൊയറിൽ വായിക്കുന്ന അമൽ സെബാസ്റ്റ്യൻ. മോള് അവൻ്റെ ഭാര്യ അനുപ ജോസ്, തത്തമ്പള്ളി തറയിൽ വീട്ടുപേര്. മോളെ കെട്ടിച്ചേക്കെന്ന് പറയാം. അവൾക്ക് 2 കൊച്ചുമക്കളുണ്ട്. എനിക്ക് 2 കൊച്ചുമക്കളുണ്ട്, ഡെറിക്കും ജെയ്ഡനും. 8ഉം 5ഉം വയസ്സായി. അവർ നന്നായിട്ട് വചനം പറയും, ബൈബിളിൻ്റെ ഭാഗങ്ങളൊക്കെ ബൈഹാർട്ട് പറയും, പാടും, പ്രസംഗിക്കും. അങ്ങനെ ദൈവവചനം പ്രസംഗിക്കാനൊക്കെ പള്ളികളിലൊക്കെ അവൻ വരാറുണ്ട്. മോൻ ഈ ചെറുത് 3 വയസ്സ്, 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ. അങ്ങനെയാണ്. മോന് കുട്ടികളായിട്ടില്ല, കല്യാണം കഴിഞ്ഞപ്പോൾ 2 വർഷമായി. അപ്പോൾ കുഞ്ഞാട്ടെ. മോളെ MSc Physics കഴിഞ്ഞ കുട്ടിയാണ് മരുമോള്. അവളും പാടും. മോള് പാടും. മോളാണ് പള്ളിയിൽ മോൻ്റെ കൂടെ, മോൻ ഓർഗൻ വായിക്കുമ്പോൾ അവള് ഞായറാഴ്ച ശുശ്രൂഷയ്ക്ക് പാടുന്ന അവർ 2 പേരും കൂടെയാണ്. ഇനി നമുക്ക് മറ്റൊരു കാര്യം അറിയേണ്ടതേ, പലപ്പോഴും ഇത്രയും വീണ വായിക്കുകയും പാടുകയൊക്കെ ചെയ്യുന്ന ഒരാൾ റെക്കോർഡിങ്ങിന് വല്ലതും പോകാൻ? റെക്കോർഡിങ്ങിന് പോയിട്ടുണ്ട് സാറേ. ഞാൻ കുരിശിൻ്റെ വഴിക്ക് അലക്സാണ്ടർ അച്ഛൻ എഴുതിയ കുറേ പാട്ടുകൾക്കൊക്കെ ഞാൻ വീണ വായിച്ചിട്ടുണ്ട്. ഒരു കാസ എന്ന് പറഞ്ഞിട്ട് കാസയിൽ ഉയർത്തുന്നവി അതിനകത്തുള്ള ബിറ്റ് ഞാൻ വായിച്ചത്. അതെൻ്റെ ഒരു സ്റ്റുഡൻ്റ് അച്ഛനാണ് അത് എഴുതിയത്. അതിൻ്റെ ഇതിൽ സഹായമൊക്കെ ചെയ്തത്. ഇതെൻ്റെ സെബാസ്റ്റ്യൻ, ഹസ്ബൻഡ് ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ റിട്ടയർ ചെയ്തു. ഇത് മോൻ അമൽ സെബാസ്റ്റ്യൻ, ഹോപ്പ് കമ്മ്യൂണിറ്റി വില്ലേജിൽ അഡ്മിനിസ്ട്രേറ്ററായിട്ട് വർക്ക് ചെയ്യുന്നു. കൊറോന പള്ളിയിലെ കീബോർഡ് വായിക്കുകയും. അനുപ മോൾ എൻ്റെ മരുമോളാണ്. കണ്ടു
യേശുവേ നീ എനിക്കായി ഇത്രയേറെ സ്നേഹമേകാം. അടിയനിൻ യോഗ്യതയായി എന്തു കണ്ടു നീ? നിരന്തരം നിൻ കഴിവിൽ അഹങ്കരിച്ചാശ്രയിച്ചു. പലരുടെ സന്മനസ്സാൽ ഉയർന്നതു ഞാൻ മറന്നു. അടച്ചൊരു കോട്ട പോലായി ഹൃദയത്തിൻ വാതിലെന്നും എളിയവർ വന്നിടുമ്പോൾ തിരക്കിൻ്റെ ഭാവമെന്നും ഈശോ പറയൂ നീ ഞാൻ യോഗ്യയോ? യേശുവേ നീ എനിക്കായി ഇത്രയേറെ സ്നേഹമേകാം. അടിയനിൻ യോഗ്യതയായി എന്തു കണ്ടു നീ? ഭക്തിഗാനങ്ങൾക്ക് വായിക്കുകയും അതോടൊപ്പം തന്നെ ഇതുപോലെ നമ്മുടെ വീണ, അതായത് സാധാരണ വീണ പൊതുവെ ക്രിസ്ത്യാനികൾ ഞാൻ കേട്ടിട്ടില്ല, അത് ആദ്യമായിട്ട് കാണുന്ന ഒരാളാണ്. തീർച്ചയായിട്ടും അത് മറ്റ് ആൾക്കാർക്ക് ഒരു ഇൻസ്പിറേഷൻ ആകാൻ സാധ്യതയുണ്ട്. പിന്നെ ഞങ്ങളിവിടെ വന്ന സമയം മുതൽ ഞങ്ങളോടൊത്ത് നന്നായിട്ട് സഹകരിച്ചു, കാര്യങ്ങളൊക്കെ പങ്കുവച്ചു. ഏറെ സന്തോഷമുണ്ട്, കാണാൻ സാധിച്ചതിൽ ഏറെ സന്തോഷം. പ്രിയമുള്ളവരെ, നമ്മൾ ഇത്രയും സമയം വീണ ടീച്ചറിൻ്റെ ജീവിതത്തിൽ കർത്താവ് ഇടപെട്ട പല സന്ദർഭങ്ങളെയും കാണുകയായിരുന്നു. അനേകരെ ഈ കലയിലേക്ക് വളർത്തുവാനും പഠിപ്പിക്കുവാനും കഴിഞ്ഞുവെന്ന് മാത്രമല്ല, ഇടവകയിലും രൂപതയിലും ഫൊറോനയിലുമൊക്കെ എപ്രകാരമാണ് ഒരു അൽമേയ പ്രേക്ഷിതയായിരിക്കേണ്ടത് എന്ന് നമ്മൾ കണ്ടു. അതോടൊപ്പം തന്നെ പള്ളിയിലെ ഗാനശുശ്രൂഷയിലും മറ്റുമൊക്കെ സഹായിക്കുന്നത് നമ്മൾ കണ്ടു. ടീച്ചറിൻ്റെ ജീവിതത്തിലെ ഈ കിട്ടിയ കാര്യസം എപ്രകാരമാണ് തനിക്ക് വേണമെങ്കിൽ വീണ പഠിപ്പിച്ച് മാത്രം മുന്നോട്ട് പോകാമായിരുന്നു. എന്നിട്ടും ഈ കാലയളവിലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലിന് സഹകാരിയായി തീർന്ന സഹോദരി തൻ്റെ ഇടവകപ്പള്ളിയിലും തൻ്റെ രൂപതയിലും മറ്റു പല രൂപതകളിലും എപ്രകാരം പ്രവർത്തിച്ചു നമ്മൾ കാണുന്നു. അതുകൊണ്ട് ഏതെങ്കിലും ഒരു കഴിവുള്ള ആൾക്കാർ അത് മാത്രം കൊണ്ട് തൃപ്തിപ്പെടാതെ തങ്ങളിൽ കർത്താവ് നിക്ഷേപിച്ചിരിക്കുന്ന സുവിശേഷ പ്രചാരണത്തിനായുള്ള കൂട്ടായ്മകളിൽ വളരുവാൻ ഈ എപ്പിസോഡ് ഏറെ സഹായകമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. നമുക്കൊരുമിച്ച് അടുത്ത ആഴ്ചയിൽ മറ്റൊരു വ്യക്തിയെ കണ്ടുമുട്ടാം. എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.